ഹലോ ഗായ്സ്, ഞാൻ മഞ്ജു. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം പറയാനായിട്ടോ. അതായത് നമ്മുടെ ഏറ്റവും നല്ല പ്രായം, നല്ല കാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിസ്സംശയം പറയാം, കുട്ടിക്കാലം. അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കാലം. അതായത് ഈ കുട്ടിക്കാലം, ഈ പ്രായം, ഇതാണ് ഏറ്റവും ബെസ്റ്റ് പ്രായം. എന്താണെന്നറിയോ? ഈ പ്രായം നമുക്ക് മനസ്സിൽ എന്താ പറയുക, കളങ്കമില്ലാത്ത പ്രായം, നിഷ്കളങ്ക പ്രായം. നമ്മുടെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് കർത്താവ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. അതായത് കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ കളങ്കം പറ്റതാണ്. നന്മ ഏതാ തിന്മ ഏതാന്ന് അറിയാത്ത പ്രായം. ഇപ്പം നമ്മൾ ഇവനെ ഒരു അടി കൊടുത്താൽ കുറച്ച് കഴിഞ്ഞ് നമ്മളടുത്ത് തന്നെ വരും. കാരണം മറന്നു പോകും ആ കാര്യം. പക്ഷെ ആ സമയത്ത് വലിയ ആൾക്കാരാണെങ്കിൽ ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, ഒരാൾ നമ്മളെ വേദനിപ്പിച്ചു, അപ്പം ഞാൻ എന്ത് ചെയ്യും, കാണുമ്പോൾ അവരെന്നെ അടിച്ച ആളല്ലേ, ആ ഒരു ചിന്തയാണ്. പക്ഷേ ഇവർക്കില്ല അത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രായം എന്ന് വെച്ചാൽ ഈ കാലം, ഒന്നും അറിയാത്ത പ്രായം. കാരണം മനസ്സിൽ യാതൊരു ടെൻഷനില്ല, എന്താ പറയുക, പ്രാരാബ്ദങ്ങളില്ല, സങ്കടങ്ങളില്ല. എല്ലാം ഇവരെ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ, അമ്മ, നമ്മുടെ ആ കുടുംബം, അതാണ് ഈ മക്കളുടെ ലോകം. പ്രത്യേകിച്ച് അമ്മ വീട്ടിൽ ലോകം ഇവർക്ക് ഉണ്ടോ എന്ന് സംശയമാണ്. അമ്മ, അച്ഛൻ, അതായത് ആ ഒരു നമ്മുടെ കുടുംബം. ഇവരെന്ത് വിഷം വന്നാലും അവരുടെ നമ്മളൊന്ന് എടുത്ത് ഒന്ന് തലോടി ഒന്ന് ചേർത്ത് പിടിച്ച് തീരുന്ന എല്ലാ വിഷമങ്ങളും മാറുന്ന ഒരേ ഒരു പ്രായം. നമുക്ക് എന്ത് സങ്കടം, ഇപ്പോൾ ഇവനൊക്കെ എന്ത് സങ്കടം വന്നാലും, ഇപ്പോൾ ഒരു പനി വന്നാൽ ഫസ്റ്റ് വിളിക്കുന്ന അമ്മ എന്നാണ് വിളിക്കുന്നത്. ഒരു പനി വന്ന് നമ്മളെ മടിയിൽ അങ്ങ് ചേർന്ന് സേഫായിട്ടിരിക്കുന്ന ആ ഒരു സുഖം അവരുടേതാ മുഖത്ത് നിന്ന് നമുക്ക് അറിയാൻ. കണ്ടോ നിഷ്കളങ്കമായ മുഖം, കണ്ടോ നിഷ്കളങ്കമായ മുഖം, കണ്ടോ ഇതൊരു ചിരിയുണ്ടല്ലോ ഭയങ്കര. അതാണ് നമുക്കൊക്കെ എല്ലാവർക്കും വേണ്ടത്. കാരണം അത്ര നല്ലൊരു സന്തോഷമുള്ള പ്രായമാണിത്. ഈ പ്രായത്തിൽ എന്താ പറയുക, നമുക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല, ഒന്നുമില്ല. എന്താണ്, നമുക്ക് ഒന്നുമില്ല. വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടും. അതുപോലെ അവർക്ക് ആവശ്യമായ എല്ലാ ഫുഡ് കിട്ടും, എല്ലാം കിട്ടും. നമുക്ക് ആ ഒരു സന്തോഷമാണ്. ജീവിതത്തിൽ സങ്കടമില്ല, ഒന്നുമില്ല. ഒരു വിഷമം വന്നാൽ നമുക്ക് ഓടി നമ്മളടുത്ത് വന്ന് നമ്മളൊന്ന് എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അവർക്ക്. കാരണം മനസ്സിലറിയത്തില്ല. ഇപ്പോൾ ഒരാൾ അടിച്ചാൽ ഒരു ചീത്ത തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ അവർ നമ്മളടുത്ത് തന്നെ ഫസ്റ്റ് എത്തും. ഞാനും ചില സമയത്ത് അടിക്കാറുണ്ട്. എന്തെങ്കിലും സാധനം ഭയങ്കര കുരുത്തൊക്കെ കാണിക്കുമ്പോൾ ഒരു അടി വെച്ച് കൊടുക്കും. അപ്പോൾ കരഞ്ഞാൽ പെട്ടെന്നൊരു 5 സെക്കൻഡ് അപ്പോൾ പറയും, ഞാൻ അമ്മയോട് മിണ്ടുകയല്ല, ഞാൻ ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ പറയും. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ അമ്മയെന്ന് വിളിച്ച് ഓടി വരും. കാരണം അപ്പോഴേക്കും അതെൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങ് മറന്നു പോകുന്നതാണ്. അപ്പം അതാണ് ആ ഒരു സന്തോഷം. അത് ഭയങ്കര നല്ല പ്രായം കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞായിരിക്കും അല്ലെങ്കിൽ പഠിക്കുമ്പോഴൊക്കെ വിചാരിക്കും ഒന്ന് വലുതായി, അപ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ ആകണമെന്നൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു വലുതാകുമ്പോഴാണ് ചിന്തിക്കുന്നത്, ഈ ഒരു പ്രായം കുട്ടിക്കാലം അല്ലെങ്കിൽ പഠിക്കുന്ന കാലം, അതൊക്കെ ഭയങ്കരമായിട്ട്. പഠിക്കുന്ന കാലത്ത് നമുക്ക് പഠിക്കുക, അടിച്ചു പൊളിക്കുക, ലൈഫ്, അതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. അതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു സ്റ്റേജിൽ, അതിപ്പോൾ എൻ്റെ ഈ സ്റ്റേജിൽ എത്താൻ നമുക്ക് മനസ്സിലാവും നമ്മൾ അനുഭവിച്ച കുട്ടിക്കാലവും കുട്ടിക്കാലത്തിൻ്റെ സുഖം, സന്തോഷം, അതൊക്കെ ഭയങ്കര ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒരു വലിയൊരു അനുഭവം തന്നെയാണ് കേട്ടോ കുട്ടിക്കാലം. ഇനി നമുക്കൊരിക്കലും പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കണോ, എനിക്കൊരു ഓപ്ഷൻ കിട്ടിയാൽ, അതായത് ഇനിയും എൻ്റെ അമ്മയുടെ കുഞ്ഞായി എൻ്റെ അമ്മയുടെ വയറിനുള്ളിൽ കിടന്ന് കുഞ്ഞു വാവയായിട്ട് പുറത്ത് വരാൻ ദൈവം എനിക്ക് അനുഗ്രഹം തന്നാൽ ഞാൻ ഫസ്റ്റ് പറയും, ദൈവം എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ കുഞ്ഞു വാവയായിട്ട് തിരിച്ച് വരണമെന്ന്. കാരണം ആ ഒരു സ്നേഹം, അമ്മമാർ നമ്മളെ കെയറിങ്, കുഞ്ഞു വാവയുടെ ഒക്കെ ഒരു സ്നേഹം, അത് ഭയങ്കരമാണ്. അത് തന്നെയാണ്. എൻ്റെ മൂത്ത മോനുണ്ട് കേട്ടോ, 5, ഞാൻ പറഞ്ഞില്ല ലാലേൻ. അപ്പോൾ മോനുണ്ടാന്ന് ഞങ്ങൾ വിളിക്കുക. അവൻ എപ്പോഴുണ്ട്, ഇവൻ വന്നതിന് ശേഷം അവൻ ഇച്ചിരി വലുതായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അല്ലെങ്കിൽ അവനെയാണ് എപ്പോഴും എടുത്തു കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവൻ ഇച്ചിരി വലുതായപ്പോൾ നമ്മളിപ്പോൾ അവൻ നടക്കുന്ന പ്രായം 6 വയസ്സാകാൻ പോകുന്നു. അപ്പോഴേക്കും ഇവനായി കുഞ്ഞ്. അപ്പോൾ നമ്മളെപ്പോഴും ഇവൻ എടുത്തോണ്ട് എടുക്കും, എപ്പോഴും എടുക്കും. ഒരു ഇച്ചിരി കുഞ്ഞു വാവയാകുമ്പോൾ ഇച്ചിരി സ്നേഹം നമുക്ക് ഇവരുടെ കാണിക്കുന്നുണ്ടാവുമല്ലോ. അവരുടെ സ്നേഹം ഇല്ലാന്നിട്ടല്ല, കുഞ്ഞു വാവയാകുമ്പോൾ ഒരു കുഞ്ഞു വാവ എന്നുള്ളത് നമ്മൾ എടുത്ത് നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ്റെ പരാതിയാണ്, എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ ഒന്നും കൂടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ കുഞ്ഞു വാവയായിട്ട് വന്ന് എൻ്റെ അമ്മയൊക്കെ എന്നെ ഇത്ര ഉമ്മ വെച്ചേനെ, എൻ്റെ അമ്മ എങ്ങനെയൊക്കെ എന്നെ എപ്പോൾ എടുത്ത് കിടന്നേനെ, അപ്പൂസിനെ ഇപ്പോൾ എടുക്കുന്ന പോലെ അമ്മ എന്നെ എടുത്തേനെ, എനിക്ക് ഇനിയും ഒരു അമ്മയുടെ വയറ്റിൽ കുഞ്ഞു വാവയായിട്ട് പോകണമെന്ന് എപ്പോഴും എൻ്റെ മോൻ പറയാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ വയറ്റിൽ കിടന്നിട്ട് പറയും, ഇങ്ങനെയല്ലേ അമ്മ ഞാൻ കുഞ്ഞു വാവയായിട്ട് അമ്മയുടെ വയറ്റിൽ കിടന്നേ, ഇനി എനിക്കിതുപോലെ പോകണം കേട്ടോ അമ്മ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു വാവയാകാൻ, അങ്ങനെയൊക്കെ ഒരു സംസാരം. കാരണം കുട്ടിക്കാലം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എനിക്കിപ്പോൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ മാനസികമായി വല്ലാണ്ട് വിഷമിച്ച് കിട്ടുന്ന സമയത്ത് നമ്മുടെ അമ്മമാരുടെ ഒരു സ്നേഹം അത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എനിക്കിപ്പോൾ അമ്മയെ കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു
സന്തോഷമാണ്. അങ്ങനെ അമ്മ എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. എനിക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു സ്നേഹം, നമുക്കൊരു സങ്കടം വന്നാൽ ഒന്ന് ഓടിപ്പോയി മടിയിലിരിക്കാനും, ഈ പ്രായത്തിൽ പോലും ഒന്ന് കെട്ടിപ്പിടിച്ച് നമുക്ക് ഒരു വയ്യായ്ക വന്നാൽ എന്താ മക്കളെന്ന് ചോദിക്കാൻ അമ്മ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. അതിന് എല്ലാം വേറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏതായാലും ഇപ്പം ഒന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഇതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ല പ്രായം കുട്ടിക്കാലം തന്നെയാണ്. ഓക്കെ, അത് മിസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക അതിൻ്റെ ഒരു മഹത്വവും മാധുര്യവും ഒക്കെ. ഓക്കെ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു കുട്ടിക്കാലം എന്താണെന്നും കുട്ടിക്കാലത്ത് അനുഭവിക്കേണ്ട ആ ഒരു സന്തോഷവും ലൈഫും ഒക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ് കാലം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു പറ. താങ്ക് യു.